എക്സ്പ്രഷനിലൂടെ വിസ്മയിപ്പിക്കുന്ന ഒരുപാട് നടന്മാരുണ്ടെങ്കിലും താൻ ഒരാളുടെ പേര് മാത്രമേ പറയൂ. അത് നെടുമുടി വേണുവെന്നാണ്. ഒരിക്കൽ നെടുമുടി വേണുവിനെ കുറിച്ച് ഉർവശി പറഞ്ഞ വാക്കുകളാണിത്. വളരെ സൂക്ഷ്മമായ എക്സ്പ്രഷനിലൂടെ സംസാരിക്കാനും ആളുകളെ രസിപ്പിക്കാനും കഴിയുന്ന നടനാണ് അദ്ദേഹമെന്നും ചിത്രം സിനിമയിലെ അഭിനയം അതിനൊരു ഉദാഹരണമാണെന്നും ഉർവശി പറയുന്നുണ്ട്. സിനിമയിൽ അദ്ദേഹത്തിന് പകരം മറ്റൊരാളെ ചിന്തിക്കാൻ സാധിക്കില്ല എന്നും ഉർവശി പറഞ്ഞു വെക്കുമ്പോൾ ആ മഹാനടന്റെ സ്ഥാനം നമുക്ക് ഒന്നുകൂടെ ബോധ്യമാകുന്നു. മോഹൻലാൽ നായകനായ ചിത്രം എന്ന സിനിമയിലെ സീനിനെ കുറിച്ച് ഉർവശി ഉദാഹരണമായി പറയുന്നുണ്ട്. മോഹൻലാലിന്റെ കൂടെ പെർഫോമൻസിൽ പിടിച്ചു നിൽക്കുക എന്നത് ഇന്ന് പലർക്കും വലിയ കാര്യമായിരിക്കാമെന്നും എന്നാൽ അന്ന് നെടുമുടി വേണുവൊക്കെ വളരെ എളുപ്പത്തിൽ അത് ചെയ്തുവെന്നുമാണ് ഉർവശി പറയുന്നത്. ഡയലോഗുകൾ ഇല്ലെങ്കിൽ പോലും എക്സ്പ്രഷൻ കൊണ്ട് വിസ്മയിപ്പിക്കുന്ന ആർട്ടിസ്റ്റുകൾ മലയാളത്തിൽ ഇഷ്ടം പോലെയുണ്ട്. അതിലൊരാളാണ് നെടുമുടി വേണു ചേട്ടൻ. ചിത്രം എന്ന സിനിമ വേണുചേട്ടൻ ഇല്ലാതെ നമുക്ക് ആലോചിക്കാൻ പറ്റുമോ? അദ്ദേഹം എന്ത് രസമായിട്ടാണ് ആ സിനിമയിൽ പെർഫോം ചെയ്ത് വെച്ചിരിക്കുന്നത്. ശരിക്കും പകരക്കാരനില്ലാത്ത നടനാണ് അദ്ദേഹം. ചിത്രം സിനിമയിൽ മോഹൻലാലിന്റെ കൂടെ പൈസയുടെ കാര്യം പറയുന്ന ഒരു സീനുണ്ടല്ലോ, 500 500 അതെടുക്കുക എന്ന് മോഹൻലാൽ പറയുമ്പോൾ ഏത് 500 എനിക്കറിയില്ല എന്ന് വേണുചേട്ടൻ പറയുന്നത് കാണാം. അദ്ദേഹം അത് പറയുന്ന പോർഷൻ എന്ത് രസമായിട്ടാണ് ചെയ്തത്. അദ്ദേഹത്തിന്റെ ഓരോ ചെറിയ എക്സ്പ്രഷനും അടിപൊളിയാണ്. മോഹൻലാലിന്റെ കൂടെ പെർഫോമൻസിൽ പിടിച്ചു നിൽക്കുക എന്നത് ഇന്ന് പലർക്കും വലിയ കാര്യമായിരിക്കാം. എന്നാൽ അന്ന് വേണുചേട്ടനൊക്കെ സിമ്പിളായി അത് ചെയ്തിട്ടുണ്ട്, ഉർവശി പറഞ്ഞു. കാവാലം നാരായണ പണിക്കരുടെ നാടകക്കളരിയിൽ നിന്ന് സിനിമയിലേക്ക് എത്തിയ അദ്ദേഹം 4.5 പതിറ്റാണ്ടോളം സിനിമയിൽ വിവിധ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് നമുക്കൊക്കെ ഉള്ളിൽ കയറിക്കൂടി. മലയാളത്തിന് പുറമെ തമിഴ്, സംസ്കൃത സിനിമകളിലും തന്റെ കഴിവ് തെളിയിച്ച നടനാണ് നെടുമുടി വേണു. തന്റെ അഭിനയ ജീവിതത്തിൽ 1 തവണ ദേശീയ പുരസ്കാരവും 7 തവണ സംസ്ഥാന പുരസ്കാരവും അദ്ദേഹത്തെ തേടിയെത്തി. 1978 ജി അരവിന്ദൻ സംവിധാനം ചെയ്ത തമ്പ് എന്ന സിനിമയിലൂടെയാണ് അദ്ദേഹം മലയാള സിനിമയിലേക്ക് കടന്നു വരുന്നത്. ഭരതന്റെ ആരവം എന്ന സിനിമയിലെ കഥാപാത്രത്തിലൂടെയാണ് നെടുമുടി വേണു എന്ന നടനെ ആളുകൾ ശ്രദ്ധിച്ചു തുടങ്ങിയത്. അഭിനയത്തിന് പുറമെ 8 ചിത്രങ്ങൾക്ക് കഥ എഴുതുകയും പൂരം സിനിമ സംവിധാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹം. നായകനായും വില്ലനായും സഹനടനായും അച്ഛനായും അപ്പൂപ്പനായും അമ്മാവനായും തന്റെ കഥാപാത്രങ്ങളിലൂടെ എക്കാലവും മലയാളികളുടെ പ്രിയപ്പെട്ട നടനായി മാറി അദ്ദേഹം. 5 ദശകങ്ങൾ നീണ്ട അഭിനയ ജീവിതത്തിലൂടെ 500-ലധികം വേഷങ്ങൾ ചെയ്തു. തന്റെ വേഷങ്ങളിലൂടെയെല്ലാം മലയാളികളുടെ മനസ്സിൽ ഒരു സ്ഥാനം നേടിയെടുക്കാനും അദ്ദേഹത്തിന് സാധിച്ചു. ആലപ്പുഴ ജില്ലയിലെ നെടുമുടിയിൽ സ്കൂൾ അധ്യാപകനായിരുന്ന PK കേശവൻ പിള്ളയുടെയും കുഞ്ഞിക്കുട്ടി അമ്മയുടെയും 5 ആൺമക്കളിൽ ഇളയ മകനായി 1948 മെയ് 22-നാണ് K വേണുഗോപാലൻ എന്ന നെടുമുടി വേണു ജനിച്ചത്. നെടുമുടിയിലെ NSS ഹയർ സെക്കൻഡറി സ്കൂൾ, ചമ്പക്കുളം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിൽ നിന്നാണ് അദ്ദേഹം പ്രാഥമിക വിദ്യാഭ്യാസം നേടിയത്. ബാല്യകാലം മുതൽ തന്നെ വായനയോടും എഴുത്തിനോടും അതിയായ താല്പര്യമുണ്ടായിരുന്ന നെടുമുടി വേണു നാടകങ്ങൾ എഴുതുമായിരുന്നു. സ്കൂളിലും നാട്ടിലും സുഹൃത്തുക്കൾക്കൊപ്പം നാടകം അവതരിപ്പിച്ചിരുന്നു. വിദ്യാഭ്യാസ കാലത്ത് മറ്റു സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു അദ്ദേഹം. ആലപ്പുഴ SD കോളേജിൽ നിന്ന് ബിരുദമെടുത്ത ശേഷം കലാകൗമുദിയിൽ പത്രപ്രവർത്തകനായും ആലപ്പുഴയിൽ പാരലൽ കോളേജിൽ അധ്യാപകനായും പ്രവർത്തിച്ചു. അധ്യാപനത്തോടൊപ്പം പ്രൊഫഷണൽ നാടകങ്ങളിലും അമേച്ചർ നാടകങ്ങളിലും പ്രവർത്തിച്ചു. ഒരു സുന്ദരിയുടെ കഥ എന്ന ചിത്രത്തിലൂടെയാണ് ആദ്യമായി സിനിമയിൽ മുഖം കാണിക്കുന്നത്. തിരുവനന്തപുരത്തേക്ക് താമസം മാറ്റിയതിനു ശേഷം അരവിന്ദൻ, പത്മരാജൻ, ഭരത് ഗോപി തുടങ്ങിയവരുമായി സൗഹൃദത്തിലായി. നെടുമുടി വേണു എന്ന സിനിമാ നടന്റെ ഉദയകാലമായിരുന്നു അത്. 1978 അരവിന്ദൻ സംവിധാനം ചെയ്ത തമ്പ് എന്ന ചിത്രത്തിലൂടെ അരങ്ങേറ്റം. ചാമരം, ഒരിടത്തൊരു ഫയൽവാൻ, കള്ളൻ പവിത്രൻ, വിട പറയും മുമ്പേ, യവനിക, എനിക്കു വിശക്കുന്നു, അച്ചുവേട്ടന്റെ വീട്, അപ്പുണ്ണി, ഗുരുജി ഒരു വാക്ക്, പഞ്ചവടിപ്പാലം, അരപ്പട്ട കെട്ടിയ ഗ്രാമത്തിൽ, മിന്നാമിനുങ്ങിന്റെ നുറുങ്ങുവെട്ടം, ഹിസ് ഹൈനസ് അബ്ദുള്ള, ഭരതം, ഈ തണുത്ത വെളുപ്പാൻ കാലത്ത്, സൈറ മാർഗം തുടങ്ങിയവയാണ് പ്രധാന ചിത്രങ്ങൾ. ഇന്ത്യൻ, അന്യൻ എന്നീ തമിഴ് ചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട്. കാറ്റത്തെ കിളിക്കൂട, ഒരു കഥ ഒരു നുണക്കഥ, സവിതം, തീർത്ഥം, അമ്പട ഞാനെ തുടങ്ങിയ സിനിമകളുടെ രചയിതാവാണ്. പൂരം എന്ന ചിത്രം സംവിധാനം ചെയ്തു. തന്റെ അഭിനയവും ശരീരഭാഷയും സംഭാഷണ അവതരത്തിലെ വ്യത്യസ്തതയും നെടുമുടിയുടെ കഥാപാത്രങ്ങൾക്ക് കരുത്തേകി. മലയാളത്തിലെ തിരക്കേറിയ സഹനടന്മാരിൽ ഒരാളായി മാറാൻ വേണുവിന് കൂടുതൽ കാത്തിരിക്കേണ്ടി വന്നില്ല എന്ന് പറയാം. ദൂരദർശൻ പ്രതാപകാലത്ത് ടെലിവിഷൻ പരമ്പരകളിലും നെടുമുടി സജീവമായി. ഗൗരവമേറിയ കഥാപാത്രങ്ങളും ഹാസ്യവേഷ
വേഷങ്ങളും ഒരുപോലെ വഴങ്ങുന്ന അപൂർവ പ്രതിഭകളിൽ ഒരാളാണ് നെടുമുടി. നാടകക്കളരിയിൽ മലയാള സിനിമയ്ക്കും സമ്മാനിച്ച കലാകാരന്മാരിൽ ഒരാൾ കൂടിയാണ് അദ്ദേഹം. തനത് നാടകപ്പാട്ടുകളും മൃദംഗവും നാടൻ ശീലുകളും കൊണ്ട് സമ്പന്നനായിരുന്നു നെടുമുടി വേണു എന്ന പ്രതിഭ. 2021 ഒക്ടോബർ 11 അദ്ദേഹം ചമയങ്ങളില്ലാത്ത ലോകത്തേക്ക് യാത്ര പോയത്. ദേഹാസ്വസ്ഥത്തെ തുടർന്ന് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ചികിത്സയിലിരിക്കെയാണ് അദ്ദേഹത്തിന്റെ മരണം. മരിക്കുന്നതിന് തൊട്ടുമുമ്പുള്ള അദ്ദേഹത്തോട് ഒപ്പമുള്ള തന്റെ അനുഭവം അദ്ദേഹത്തിന്റെ ഭാര്യ പങ്കുവച്ചിരുന്നു. ചികിത്സക്കായി ആശുപത്രിയിലേക്ക് പോകുന്നതിന് ഏതാനും ദിവസം മുൻപ് നെടുമുടി വേണു പഴയ കുടുംബ ചിത്രങ്ങളിലും ചില ഷൂട്ടിംഗ് ലൊക്കേഷനുകളിലും ഫോട്ടോകളും തപ്പിയെടുത്ത് വലിയൊരു ആൽബമാക്കി. ഒരു കൊച്ചുകുട്ടിയുടെ കൗതുകത്തോടെ പത്നി സുശീലയുടെ ഓരോ ചിത്രത്തിന്റെയും പിന്നിലുള്ള കഥകൾ പറഞ്ഞു. അങ്ങനെയൊന്നും അദ്ദേഹത്തിന് ശീലമില്ലാത്തതായിരുന്നു. ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോകൾ ഓരോന്നും തൊട്ടു കാണിച്ച് എന്നെന്നും ഓർത്തിരിക്കാനെന്നോണം ചില കാര്യങ്ങൾ പങ്കുവച്ചു. ആദ്യ ചിത്രമായ തമ്പിലെയും സ്വന്തമായി സംവിധാനം ചെയ്ത പൂരത്തിന്റെയും ലൊക്കേഷനിൽ നിന്നുള്ള ചിത്രങ്ങളായിരുന്നു ആൽബത്തിൽ. ശശിയേട്ടൻ എന്നാണ് ഞാൻ വിളിച്ചിരുന്നത്. സുശീലയിലെ സൂ കളഞ്ഞ് എന്നെ ഷീല എന്നും വിളിച്ചു. സെൻട്രൽ വെയർഹൌസിൽ കോർപ്പറേഷനിൽ ടെക്നിക്കൽ അസിസ്റ്റന്റ് ആയിരിക്കെ ജോലി വേണ്ടെന്ന് വെക്കുകയായിരുന്നു സുശീല. വീട്ടിലുള്ളപ്പോൾ സന്ധ്യയ്ക്ക് നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നത് നെടുമുടി വേണുവിന്റെ പതിവായിരുന്നു. അച്ഛൻ പി കേശവൻ പിള്ള എഴുതിയ പ്രാർത്ഥനാ ഗീതമാണ് ചൊല്ലുന്നത്. 5 മക്കളിൽ ഏറ്റവും ഇളയവനായിരുന്നു വേണു. അച്ഛന് കൃത്യമായി ബലിയിടും. തകഴിയോട് നെടുമുടി വേണുവിന് വലിയ ആരാധനയായിരുന്നു. കുട്ടനാട്ടിൽ ഇരുവരുടെയും വീടുകൾ തമ്മിൽ വലിയ ദൂരമില്ലായിരുന്നു. തകഴിയുടെ മുഴുവൻ കൃതികളും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. കുടുംബസമേതം പലപ്പോഴും തകഴിയെ സന്ദർശിച്ചിട്ടുമുണ്ട്. വേണുവിന്റെ ആൽബത്തിലെ ഒരു അപൂർവ ചിത്രം ഷൂട്ടിംഗ് കഴിഞ്ഞ ഇടവേളയിൽ മമ്മൂട്ടിയുടെ ചുമലിലേക്ക് ചാഞ്ഞുകിടന്ന് വിശ്രമിക്കുകയാണ് നെടുമുടി വേണു. സുഹൃത്തുക്കൾ എക്കാലത്തും അദ്ദേഹത്തിന് ദൗർബല്യമായിരുന്നു. ശ്രീവിദ്യയുമായി നല്ല സൗഹൃദം പുലർത്തി. ശിവാജി ഗണേശനോട് കടുത്ത ആരാധനയായിരുന്നു. സൗഹൃദത്തിന്റെ വഴിയിലേക്ക് എത്തിയവരെ മുഴുവൻ വലുപ്പ ചെറുപ്പമില്ലാതെ നെടുമുടി വേണു ചേർത്തു നിർത്തി. അതേസമയം വീട്ടിലെത്തിയാൽ വേണു മുഴുവൻ സമയം ഗൃഹനായകനായിരുന്നു. സിനിമയും വീടും രണ്ടും രണ്ടായി കണ്ടു അദ്ദേഹം. കാലത്തിനും കഥാസന്ദർഭങ്ങൾക്കും അനുസൃതമായി സ്വയം പുതുക്കിയ അഭിനയ ജീവിതം തുടർന്നാണ് നെടുമുടി വേണു ഇന്നോളമുള്ള മലയാള സിനിമാ ചരിത്രത്തിന്റെ താളുകളിൽ ഭൂരിഭാഗം പേജിലും തന്നെ അടയാളപ്പെടുത്തിയിട്ടാണ് മറഞ്ഞത്. മികച്ച സഹനടനുള്ള ദേശീയ അവാർഡ് സ്വന്തമാക്കി നെടുമുടി വേണു. പ്രത്യേക പരാമർശവും മികച്ച വിവരണത്തിനും ദേശീയ തലത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ 3 വർഷം മികച്ച നടനായ നെടുമുടി വേണു 2 തവണ മികച്ച രണ്ടാമത്തെ നടനുമായി. സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച് മരിക്കുന്ന കാലം വരെയും അഭിനയത്തിൽ അദ്ദേഹം സജീവമായിരുന്നു എന്നതാണ് ഏറ്റവും വലിയ സവിശേഷത. മരണശേഷം പ്രധാനപ്പെട്ട പല ചിത്രങ്ങളും നെടുമുടി വേണു അഭിനയിച്ചതായി പുറത്തിറങ്ങിയത്. മോഹൻലാൽ നായകനായ നെയ്യാറ്റിങ്കര ഗോപന്റെ ആറാട്ടും, മരക്കാർ, അറബിക്കടലിന്റെ സിംഹവും, മമ്മൂട്ടിയുടെ ഭീഷ്മപർവവും, പുഴുവും, ഇന്ത്യൻ 2ഉം, മനോരഥങ്ങളും എല്ലാം അതിൽപ്പെടും. ആലപ്പുഴ SD കോളേജിൽ പഠിക്കുന്ന കാലത്ത് സംവിധായകൻ ഫാസിലുമായുണ്ടായിരുന്ന സൗഹൃദം നടനെന്ന നിലയിൽ നെടുമുടി വേണുവിന്റെ സിനിമാ ജീവിതത്തിൽ നിർണായകമായി മാറിയിരുന്നു. അങ്ങനെ ഇന്നും അദ്ദേഹം ചെയ്തു വെച്ചിട്ടുള്ള കഥാപാത്രങ്ങളിലൂടെ അദ്ദേഹം നമ്മുടെ മുന്നിൽ ജീവിക്കുന്നു. മലയാളിക്ക് കണ്ടു കൊതി തീരാത്ത ഒരു അത്യപൂർവ പ്രതിഭയായി. എന്റർടൈൻമെന്റ് ഡെസ്ക് IBN മലയാളം.